BBC പണ്ട് ഇന്ത്യയെക്കുറിച്ച് എഴുതിയൊരു ഫീച്ചറുണ്ട്. 48% ഇന്ത്യക്കാർക്കും ശൗചാലയമില്ലായിരുന്നു എന്നതായിരുന്നു അത്. ശൗചാലയമില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യക്കാരിൽ പകുതി ജനസംഖ്യയും റെയിൽവേ ട്രാക്കിലും പൊതു ഇടങ്ങളിലും പറമ്പുകളിലുമാണ് വിസർജ്യത്തിന് വേണ്ടി പോയിരുന്നത് എന്നും അതുമൂലം രോഗം കൂടുന്നു എന്നുമായിരുന്നു ലോകാരോഗ്യ സംഘടനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈ ഫീച്ചർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ ഒരു പരിധിവരെ സത്യവുമുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. സ്വാതന്ത്ര്യം കിട്ടി 60 വർഷം ഭരിച്ച ഒരു പാർട്ടി ഭരണമൊഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ ശൗചാലയം ജനസംഖ്യയുടെ പകുതി ജനങ്ങൾക്കില്ല. ചിരിക്കണോ അതോ സഹതപിക്കണോ? പഴുപ്പും മുറിവും വെച്ച് കെട്ടാൻ ആളില്ലാതെ കിടന്ന ആശുപത്രികൾ, നാറുന്ന റേഷനരികൾ, മലമൂത്ര വിസർജ്യങ്ങൾ ഒഴുകി നിറഞ്ഞ റോഡരികുകൾ, റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ, ഒരിക്കലും ഒന്ന് കഴുകി നോക്കിയിട്ട് പോലുമില്ലാത്ത ട്രെയിനുകൾ, പൊതു ഇടങ്ങളിലും പറമ്പുകളിലും ഒരു കയ്യിൽ ലോട്ടയുമായി മാനവും അന്തസ്സും ജീവനും പണയം വെച്ച് നമ്മുടെ സഹോദരിമാർ വെളിക്കിറങ്ങാൻ വിധിക്കപ്പെട്ടിരുന്ന കാലം. ശിവകാശി പടക്കത്തെ നാണിപ്പിക്കുന്ന വിധം ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിൽ ശബ്ദിച്ചിരുന്ന സ്ഫോടന പരമ്പരകൾ, എന്തിനെന്നു പോലും അറിയാതെ പൊലിഞ്ഞ അനേകം ജീവനുകൾ, അത് ചെയ്തവർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ സ്വീകരണങ്ങൾ, കൈക്കുഞ്ഞുമായി തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷയാചിച്ചിരുന്ന അമ്മമാർ, അതിർത്തിയിൽ സൈനികർക്ക് നേരെ വെടിയുതിർത്ത് ആർത്തി ചിരിച്ചിരുന്ന പാകിസ്ഥാൻ പട്ടാളം, തിരിച്ചൊന്ന് ചെറുക്കാൻ ദില്ലിയിലെ മാഡത്തിന്റെ അനുവാദം കാത്ത് സൈനികർ രാജ്യം സംരക്ഷിച്ചു പോന്നിരുന്ന കാലങ്ങൾ, അതിർത്തി മാന്തിയ ചൈനയ്ക്ക് നേരെ നിശബ്ദമായി നിന്ന നാളുകൾ, അതിർത്തി വികസിപ്പിക്കേണ്ട എന്നതാണ് നമ്മുടെ നയമെന്ന് പ്രതിരോധ മന്ത്രി അന്തസ്സോടെ പാർലമെന്റിൽ പറഞ്ഞ കാലം, യുദ്ധവിമാനത്തിലും സൈനികർക്കുമുള്ള ജാക്കറ്റ് പോലും വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്നൊരു കള്ളച്ചിരിയോടെ പറഞ്ഞ പ്രതിരോധ മന്ത്രിയുടെ കാലം, RBIയെ തോൽപ്പിക്കും വിധം പെർഫെക്ഷനോടെ നമ്മുടെ നോട്ടുകൾ വ്യാജ നോട്ടായി അടിച്ച് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് ഒഴുക്കി സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിരുന്ന കാലം, ആ പണം കൊണ്ട് മണിമാളിക പണിത് പാവപ്പെട്ടവന് 5 സെന്റ് വാങ്ങാൻ ഗതിയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയ കാലം, സ്വാതന്ത്ര്യം കിട്ടി 65 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു റെയിൽവേ ട്രാക്ക് പോലും ഇല്ലാതെ ഗതികെട്ടലഞ്ഞ സംസ്ഥാനങ്ങൾ, ശുദ്ധജലത്തിനു വേണ്ടി കിലോമീറ്ററുകൾ കുടങ്ങളുമായി സഞ്ചരിക്കേണ്ടി വന്ന പാവം വീട്ടമ്മമാർ, ശതകോടീശ്വരന്മാർക്ക് എണ്ണവില കുറച്ചു കൊടുത്ത വകയിൽ ഓയിൽ കമ്പനികൾക്ക് ഓയിൽ ബോണ്ട് വഴി 2 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത, രാത്രി 8 മണിക്ക് മുൻപ് പമ്പിൽ പോയി പെട്രോൾ അടിച്ചോളൂ, അതിനുശേഷം പമ്പടയ്ക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്ന കാലം, വൈദ്യുതി എന്നത് കിനാവായി കണ്ടിരുന്ന ജനങ്ങളുടെ കാലം, മൊബൈൽ ഡാറ്റയ്ക്ക് കൊള്ളവില, കയ്യിലെ 10 വിരലിൽ എണ്ണി തീർക്കാൻ മാത്രമുള്ള എയിംസ്, IITകൾ, വിമാനത്താവളങ്ങൾ, ചെളിയും ചതുപ്പും ഓടവെള്ളം നിറഞ്ഞതുമായ ചേരികൾ, 2G എന്നും കൽക്കരി എന്നും ഭേദമില്ലാതെ കോമൺവെൽത്ത് ഗെയിംസിൽ പോലും അഴിമതി നടത്തി ഇന്ത്യക്കാരൻ്റെ നികുതിപ്പണം കൊണ്ട് അധികാരവർഗം തിന്നു ചീർത്ത അതേ ഇന്ത്യക്കാരനെ നോക്കി പരിഹസിച്ചിരുന്ന കാലം, പാവപ്പെട്ട ഗോത്ര ഹിന്ദുക്കളെ നക്സലുകൾ നിയന്ത്രിച്ചിരുന്ന കാലം, കാശ്മീരിൽ സൈന്യത്തിന് നേരെ ആൺ പെൺ ഭേദമില്ലാതെ കല്ലെറിഞ്ഞു കളിച്ച കാലം, കാശ്മീരി വിഘടനവാദികൾ കാശ്മീർ എങ്ങനെ നീങ്ങണമെന്ന് കൽപ്പിച്ച കാലം, എല്ലാത്തിനുമുപരി ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്ത് ജനിച്ച ഒരു സ്ത്രീയെ കൈകൂപ്പി തൊഴുത് ഭരിച്ചിരുന്ന കാലം. 2004-2014 കാലഘട്ടത്തിൽ ഇന്ത്യ ഇങ്ങനെയൊക്കെയായിരുന്നു. ഇന്ന് ഇന്റർനെറ്റിന്റെ ലോകത്തിൽ വികസിതമായ റോഡും റെയിൽവേയും അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും കണ്ടിട്ട് ഈ കാലഘട്ടം കണ്ടിട്ടില്ലാത്തവരെ മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും അവരുടെ തിണ്ണനിരങ്ങികളും പറഞ്ഞു പറ്റിക്കുന്ന കാര്യമാണ് 2014 മുന്നേ ഇവിടെ എന്തോ സ്വർഗരാജ്യമായിരുന്നു എന്നത്. ഇന്ത്യയെ മോദി വിച്ചു എന്ന് രാഹുൽ രാജീവ് പറയുമ്പോൾ അയാളുടെ അമ്മ ബാക്ക് സീറ്റ് ഭരണം നടത്തിയ കാലത്തെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നവർ ഇവിടെയുണ്ട് എന്ന് ഓർക്കണം. ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെ തഴഞ്ഞു മാറ്റി നിർത്തുന്നത് കോൺഗ്രസിന്റെ ഭരണത്തിന്റെ ഗുണം നമ്മളെല്ലാം അനുഭവിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. ഇനിയൊരിക്കലും ഇതൊന്ന് തിരിച്ചു വരരുത് എന്ന ബോധമുള്ളത് കൊണ്ടാണ്. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വേറെ ഏത് സംസ്ഥാനത്താണെങ്കിലും അധികാരത്തിന്റെ ഏഴയലത്തിവറ്റകളെ അടുപ്പിക്കാതിരുന്നാൽ ഇന്ത്യ സുസ്ഥിരമായി മുന്നോട്ട് പോകും. അതിനുള്ള വിവേകം ഇന്ത്യൻ വോട്ടർമാർക്ക് ഉണ്ടായതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എല്ലായ്പ്പോഴും 2004-2014 കാലഘട്ടം ഓർമ്മയിലുണ്ടായിരിക്കണം. പലരും തമാശയ്ക്ക് പറയാറുണ്ട്, 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായി വിശ്വസിക്കുന്നവരാണ് BJPക്ക് വോട്ട് ചെയ്യുന്നവരെന്ന്. ഇന്ത്യയെ തൂക്കി വിൽക്കുന്നവരുടെ കൈകളിൽ നിന്നും ഇന്ത്യൻ ജനത അവരുടെ പൊന്നും വിലയുള്ള വോട്ട് നൽകി ഇന്ത്യയെ തിരിച്ചു പിടിച്ച വർഷം തന്നെയാണ് 2014. ബ്രേക്കിംഗ് ഇന്ത്യയിൽ നിന്നും മേക്കിംഗ് ഇന്ത്യയിലേക്ക് കടന്ന വർഷം തന്നെയാണ് 2014.